ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു എഫ് എക്സ് ടോക്സ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബ്രോക്കേഴ്സിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഡീറ്റെയിൽ ആയിട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എക്സ് എൻ എസ്, എക്സ് എം, അൽപാരി, ബാൻഡേജ് 4 ബ്രോക്കേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ളതും ഞാൻ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസ് അതേപോലെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ ഞാൻ ട്രേഡ് ചെയ്യാത്ത പ്ലാറ്റ്ഫോം കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നില്ല. അപ്പൊ എന്റെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതേപോലെ രജിസ്ട്രേഷൻസ് റെഗുലേഷൻസ് ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, ബേസിക് ആയിട്ട് അതിന്റെ ഫീച്ചറെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതലും സംസാരിക്കുന്നുണ്ടാവും. അതേപോലെ എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഈ ഒരു ബ്രോക്കറിലുള്ളത് ഞാൻ സംസാരിക്കുന്നുണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എക്സ് എൻ എസ്, എക്സ് എം, അൽപാരി, ബാൻഡേജ് 4 ബ്രോക്കേഴ്സ് ആണ് എടുത്തുള്ളത്. ഇതിൽ എക്സ് എൻ എസ് കറന്റ് ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ ആൾക്കാരൊന്നും ഓൺബോർഡ് ചെയ്യുന്നില്ല. പുതിയ രജിസ്ട്രേഷൻസോ കാര്യങ്ങളൊന്നും എക്സ് എൻ എസ് കറന്റ് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നില്ല. പുതിയ ഇന്ത്യൻ ക്ലയൻസിനെ അവർ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എക്സ് എൻ എസിന് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്തിട്ടുള്ളതും എനിക്കിപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത് എക്സ് എൻ എസ് തന്നെയാണ്. അതേപോലെ ഒരുപാട് പ്രവാസികൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും കാണാറുണ്ട്. അതേപോലെ മെസ്സേജും കാര്യങ്ങളെല്ലാം അയക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും എക്സ് എൻ എസ് ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് ഫോറക്സ് ബ്രോക്കേഴ്സ് ഉണ്ട്. എനിക്കിപ്പോൾ ഫസ്റ്റ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ സെബി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞൊരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം എന്നെ എന്ന് പറഞ്ഞിട്ട് റെഡ് കളറിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോറക്സ് ട്രേഡിംഗ് ഇന്ത്യയിൽ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമായിട്ടാണ് എടുക്കുന്നത്. നമ്മളൊരു ലൂപ്പ് ഹോൾ ബേസ് ചെയ്തിട്ടാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാകുക. അപ്പൊ അതേപോലെ നിങ്ങൾ ക്രിപ്റ്റോയുടെ ഡെപ്പോസിറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എല്ലാ ഫേംസുകളിലും. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളും ഉണ്ട് ഫോറക്സിന് ഇന്ത്യയിലും. ഓക്കെ, ആ കാര്യങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു കാര്യത്തിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഇന്ത്യയിൽ ലീഗൽ ആണോ ഇല്ലീഗൽ ആണോ ഇതിന്റെ റെഗുലേഷൻസിനെ കുറിച്ചിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോ കറന്റ് ട്രേഡ് ചെയ്യുന്നത് ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ടാണ്. P2P മെത്തേഡ് കൊണ്ടാണ് ഫണ്ട് ഡെപ്പോസിറ്റ് വിഡ്രോസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ ഈ ബ്രോക്കേഴ്സിന്റെ എല്ലാം വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗൺ സൈഡിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ് വിഡ്രോസിന്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡൗൺ സൈഡിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാനും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫീച്ചേഴ്സിന്റെ ആ ഒരു കോളം നോക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഓരോ ബ്രോക്കേഴ്സിന്റെ അണ്ടറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഫസ്റ്റ് ഇയേഴ്സ് നോക്കുന്ന സമയത്ത് എക്സ് എൻ എസ് 2008 വന്നിട്ടുള്ളത്. എക്സ് എം 2009 അൽപാരി കുറച്ചും കൂടി ഓൾഡ് ആയിട്ടുള്ള ഒരു ഫേം ആണ്. 1998 പക്ഷെ അൽപാരി എന്ന് പറഞ്ഞിട്ടല്ല ആ ഒരു ഫേം വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഇൻഫിനിറ്റി പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ഈ ഒരു അൽപാരിയും അതേപോലെ തന്നെ എഫ് എക്സ് ടി എം നമ്മൾ കൂടുതൽ അറിയുന്നുണ്ട്. എഫ് എക്സ് ടി എം എല്ലാം പറഞ്ഞിട്ടായിരിക്കും അറിയുന്നുണ്ടാവുക. എഫ് എക്സ് ടി എം ആണ് ഇപ്പോൾ റീലോഞ്ച് ചെയ്തിട്ട് ഇന്ത്യയിൽ അൽപാരി എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ വാൻറ്റേജ് 2009 മറ്റു 3 ഫേമുകൾ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് സിമിലർ ടൈമിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അൽപാരിയാണ് കുറച്ചും കൂടി പഴയതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ ഒട്ടുമിക്ക എല്ലാ കമ്പനികളും ഒരു 16-15 വർഷം, ഇത് കുറച്ചും കൂടി കൂടുതൽ അൽപാരി കുറച്ചും കൂടി കൂടുതൽ വർഷമായിട്ട് മാർക്കറ്റിൽ കാണുന്ന ഒരു ഫേമാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് സെയിം ഇയേഴ്സ് ആയിട്ട് മാർക്കറ്റിൽ ഉള്ളതാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് ഓടിപ്പോകില്ല, നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന ഫേമുകളാണ്. അതേപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഒരു ബ്രോക്കേഴ്സ് കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ റെഗുലേഷൻസ് എടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നമുക്ക് റെഗുലേഷൻസോ കാര്യങ്ങളോ ഒന്നും ഫോറക്സ് ബ്രോക്കേഴ്സിൽ വരുന്നുണ്ടാവില്ല. അതായത് മെയിൻ ആയിട്ട് വേണ്ടത് സെബി രജിസ്റ്റേർഡ് ആണ്, FIU രജിസ്റ്റേർഡ് ആണെന്നുള്ള ഒരു കാര്യമാണ് വരുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫെമ ആക്ടിന്റെ ബേസ് ചെയ്തിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളെല്ലാം ഫോറക്സ് ബ്രോക്കേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്ന റെഗുലേഷൻസ് നമ്മൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നുണ്ടാകുക ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഫോറക്സ് ബ്രോക്കേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ടാകുക അവരുടെ പുറത്തുള്ള സർട്ടിഫിക്കേഷൻസ് ബേസ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻസ് എല്ലാം റീവെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഒട്ടുമിക്ക എല്ലാ ലൈസൻസുകളും വീണ്ടും വീണ്ടും പോയ ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് UK ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈസൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. FCA എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെയും FCAയുടെ സർട്ടിഫിക്കേഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു ലൈസൻസ് ആണ് FCA എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ കുറച്ചും കൂടി സർട്ടിഫിക്കേഷൻസ് അതേപോലെ തന്നെ ലൈസൻസ് റെഗുലേഷൻസ് കുറവായിട്ടുള്ളത് ഈ ഒരു അൽപാരിയുടെ മാത്രമാണ്. ബാക്കിയുള്ളതിന്റെ എല്ലാം ഓക്കെ ആണ്. ഓക്കെ, ഗുഡ് ആൻഡ് ആവറേജ് എന്ന് പറയാം. ഇതിൽ കുറച്ചും കൂടി എക്സ് ബെറ്റർ ആണ്, വാൻറ്റേജ് ബെറ്റർ ആണ്. ഓക്കെ, എക്സ് നോക്കുന്ന സമയത്ത് DFS ദുബായ് രജിസ്ട്രേഷൻസ് കാര്യങ്ങളും റെഗുലേഷൻസ് കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇന്ത്യ യൂസേഴ്സിന് അലവാണോ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കറന്റ് എക്സ് നോക്കലാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ക്ലയൻസിന് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നില്ല. അതേപോലെ തന്നെ പുറത്തുള്ള പ്രവാസികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് കൺട്രീസിലുള്ളവർക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അവിടെയുള്ള അവരുടെ ഐഡന്റിഫിക്കേഷൻസും കാര്യങ്ങളും ബേസ് ചെയ്തുകൊണ്ട്.
എക്സാമിന് നമുക്ക് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും, ട്രേഡിംഗ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല ആ ഒരു ബ്രോക്കേഴ്സിന്റെ സൈഡിൽ നിന്ന്. അൽപാരിയും സെയിം തന്നെയാണ്, വാൻറ്റേജും സെയിം തന്നെയാണ്, നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി സെബി രജിസ്ട്രേഷന്റെ കാര്യം ഞാൻ ഫസ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെബി രജിസ്ട്രേഷൻ ഈ ഒരു ഫേമുകളിലൊന്നും ഫോറക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന CFD ഫേംസിലൊന്നും നമുക്ക് സെബി രജിസ്ട്രേഷൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. റീസൺ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഫെമയുടെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് റെഗുലേഷൻസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു രജിസ്ട്രേഷൻസ് ബേസ് ചെയ്ത് വരുന്നുണ്ടാവില്ല, നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. സെബി പറയുന്നുണ്ടാകും ഫോറക്സ് ബ്രോക്കേഴ്സിൽ ട്രേഡ് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നുണ്ടാകുക. നമ്മൾ ഇതിന്റെ ലൂപ്പ് ഹോൾസ് ബേസ് ചെയ്തിട്ട് ചെറിയ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടാകുക. അതേപോലെ അഗ്രസീവ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോയിട്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ദുബായ് പോലുള്ള അല്ലാന്നുണ്ടെങ്കിൽ അതർ കൺട്രീസിലേക്ക് പോയിട്ട് അവിടെ രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ ചെയ്ത് കമ്പനി രജിസ്ട്രേഷൻസിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അങ്ങനെ ട്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം സ്പ്രെഡുകളാണ്. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ സ്പ്രെഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചധികമായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം വെച്ചാൽ മിനിമൽ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പലർക്കും ഒരു ഡൗട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൊടിക്ക് ഹയർ ലെവലിലേക്ക് രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും 0.9 to 1.6 പിപ്പാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയ എക്സ്എൻഎസിൽ. ഇതിൽ കുറവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എക്സ്എമ്മിൽ 1 to 1.6 ആണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഈ ഒരു റേഞ്ച് ആണ് ഞാൻ പറയുന്നത്. അതായത് സ്പ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസുകൾ ഉണ്ടാവും. അതേപോലെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സുകൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, സ്റ്റാൻഡേർഡ് അക്കൗണ്ട് മാത്രമല്ല നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിൽ 1ന്റെ താഴെ ഉണ്ടാകാം. അതേപോലെ തന്നെ ആവറേജ് നമുക്ക് 1 to 1.6 പിപ്പാണ് നമുക്കൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് സ്പ്രെഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുക. സ്റ്റാൻഡേർഡ് അക്കൗണ്ട്സിലാണ് ഞാൻ പറയുന്നുണ്ടാകുക. അൽപാരിൽ 1.2 to 1.8 പിപ്സ് വരെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. വാൻറ്റേജിൽ 1 to 1.6 ആണ്. ഇതിലെല്ലാം ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിലെല്ലാം ചിലപ്പോൾ മിനിമലും ഉണ്ടാകും, കൂടുതലുണ്ട്. അപ്പൊ ആവറേജ് ഒരു ബേസ് എടുക്കുക. ഓക്കെ, ഒരു ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 0.8 എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ ബ്രോക്കേഴ്സിലും എടുക്കാം. ചിലതിൽ കുറച്ച് കൂടുതലാണ്. നിങ്ങൾ അവിടെ ട്രേഡ് ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളും ഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ചെറിയൊരു ഫണ്ട് കാര്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫണ്ട് ഇട്ട് ട്രേഡ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കും. ഫസ്റ്റ് ഒരു ബ്രോക്കറിൽ ക്രിയേറ്റ് ചെയ്ത് ഇതെല്ലാം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐഡിയ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഫേമിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെറിയൊരു ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, ട്രേഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന്റെ ഒരു സ്പ്രെഡിന്റെ കാര്യങ്ങളും നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈസിയൻ അക്കൗണ്ട്സ് ആണ്. നമുക്ക് ഈസിയൻ അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക സ്പ്രെഡ് വളരെ കുറവായിട്ട് കമ്മീഷൻ എടുക്കുന്ന അക്കൗണ്ടുകളാണ്. എക്സ്എൻഎസിൽ നോക്കുന്ന സമയത്ത് അത് റോ എന്ന് പറഞ്ഞിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. റോ അക്കൗണ്ട് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഈസിയൻ അക്കൗണ്ട് അല്ല, ഈസിയൻ അക്കൗണ്ട് ആയിട്ടല്ല, അതിന്റെ നെയിം വെച്ചിട്ടല്ല കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നെ കൊടുത്തിട്ടുള്ളത്. നോർമലി ഈസിയൻ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എക്സെൽ അൾട്രാലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ടൈപ്പ് ആണ് കാണാൻ വേണ്ടി പറ്റിയ ഈസി എന്നല്ല. പക്ഷെ നമുക്ക് രണ്ടിലും ആ ഒരു രീതിയിലുള്ള ആ ഒരു സ്പ്രെഡ് കുറവായിട്ട് ഉള്ള അക്കൗണ്ട്സുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, കമ്മീഷൻ ഉള്ള അക്കൗണ്ട്സുകൾ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു അൾട്രാലോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, കമ്മീഷൻസ് എല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, സ്പ്രെഡിന്റെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. ഇവിടെ ഈസിയൻ അക്കൗണ്ട്സ് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, ഇനി അൽപാരിക്ക് നോക്കുന്ന സമയത്ത് ഈസിയൻ അക്കൗണ്ട്സ് അവൈലബിൾ ആണ്. രണ്ട് ടൈപ്പ് ഈസിയൻ അക്കൗണ്ട്സ് അവൈലബിൾ ആണ്. വാൻറ്റേജിൽ നമുക്ക് ഈസിയൻ അക്കൗണ്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി പ്ലാറ്റ്ഫോം നോക്കുന്ന സമയത്ത് ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഞാൻ പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എക്സ്എൻഎസ് തന്നെയാണ്. പിന്നെ ഉള്ളത് എക്സ്എം എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളത് രണ്ടും എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. വാൻറ്റേജ് നൈസ് ആണ്, അൽപാരി നൈസ് ആണ്. ഓക്കെ, എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എന്റെ പേഴ്സണൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല, ഇത് രണ്ടുമാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇതും ഓക്കെ ആണ്, ഓക്കെ അല്ല എന്നല്ല, എന്റെ ഒരു ബേസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മൊത്തത്തിലുള്ള കാര്യമല്ല പറഞ്ഞത്, എന്റെ ബേസിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ എക്സ്എൻഎസിന്റെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ MT4 MT5 എക്സ്എൻഎസിന്റെ ആപ്ലിക്കേഷനും അതേപോലെ തന്നെ വെബ് ട്രേഡർ നമുക്ക് അവൈലബിൾ ആണ്. എക്സാമിന് നമുക്ക് MT4 MT5 അതിന്റെ ആപ്ലിക്കേഷനും വെബ് ട്രേഡർ അവൈലബിൾ ആണ്. സെയിം തന്നെയാണ് അൽപാരിയും വാൻറ്റേജും സെയിം തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എല്ലാവരും ആപ്ലിക്കേഷൻസും MT4 MT5 അതേപോലെ തന്നെ വെബ് ട്രേഡർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലിവറേജിനെ കുറിച്ചാണ്. ലിവറേജ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എക്സ്എൻഎസിൽ 1:2000 വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എന്താണ് ലിവറേജ് നമുക്ക് അറിയായിരിക്കും. നമുക്ക് ബ്രോക്കർ തരുന്ന ഒരു കടത്തിയാണ് ലിവറേജ് പറയുന്നുണ്ടാവുക. ഇപ്പൊ എന്റെ കയ്യിൽ 1000 രൂപ ഉണ്ട് എങ്കിൽ, നോർമലി ഇന്ത്യൻ റുപ്പീസ് 1000 റുപ്പീസ് ഉണ്ട് എങ്കിൽ എനിക്ക് ബ്രോക്കർ തരുന്നത് 100 ആണ് ലിവറേജ് ഉണ്ട് എങ്കിൽ 1000 into 100 നമുക്ക് 1 lakh വരെയുള്ള പോർഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബൈ ആൻഡ് സെല്ലിന്റെ പോർഷൻസ് 1 lakh വരെയുള്ള എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഡൗൺഫോളും കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ തന്നെ അപ്സൈഡ് പൊട്ടൻഷ്യൽസ് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, പ്രോപ്പർ ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ ലിവറേജും കാര്യങ്ങളും നമുക്ക് ബ്രോക്കർ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എക്സാമ്പിൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് 1:1000 എന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അൽപാരിൽ 1:1000 3000 വരെയെല്ലാം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ആവറേജ് 1:1000 എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്.
വാൻറ്റേജ് 1:1000 എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് ആവറേജ് 1:500 എടുക്കലാണെങ്കിൽ തന്നെ എല്ലാ ഫേമുകളിലും നമുക്ക് ട്രേഡും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പ്ലേസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ഡീസന്റ് ആയിട്ടുള്ള ലിവറേജുകളാണ് നമുക്ക് ഈ 4 ബ്രോക്കേഴ്സിലും കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് യുപിഐ ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ടാണ്. അത് അവൈലബിൾ ആണോ, യുപിഐയുടെ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണോ നോക്കുന്നുണ്ടാകാം. എക്സ്നെസിൽ ഇപ്പൊ കറന്റ് നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ഓൺബോർഡിംഗ് കാര്യങ്ങളില്ല. പക്ഷെ ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം യുപിഐ ഡെപ്പോസിറ്റ് വിഡ്രോസിൽ അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. ക്രിപ്റ്റോ വഴിയാണ് ഡെപ്പോസിറ്റ് വിഡ്രോസിലും വരുന്നത്. അതുപോലെ വളരെ അടിപൊളി ആയിട്ടുള്ള ഡെപ്പോസിറ്റ് വിഡ്രോസ് ആണ്. മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് വിഡ്രോസിൽ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് എക്സ്എൻഎസിൽ വന്നിട്ടുണ്ട്. എനിക്ക് ബെസ്റ്റ് ആയിട്ടൊരു ഡെപ്പോസിറ്റ് വിഡ്രോസ് ആയിട്ടാണ് എക്സ്എൻഎസ് തോന്നിയിട്ടുണ്ടായത്. അതേപോലെ നെക്സ്റ്റ് വരുന്നുണ്ടാകുക എക്സം ആണ്. എക്സമിൽ നമുക്ക് യുപിഐ വഴി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, അൽപാരും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, ബാങ്കായും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കറന്റ് എക്സ്എൻഎസിൽ ഇന്ത്യയിൽ നിന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് യുപിഐ ഡെപ്പോസിറ്റ് വിഡ്രോസ് അവൈലബിൾ അല്ല. അതേപോലെ തന്നെ പുതിയ ക്ലയൻസിന് ഓൺബോർഡിംഗ് അതേപോലെ രജിസ്ട്രേഷൻസോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ. അടുത്ത നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട് യുപിഐയുടെ മിനിമം ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ടാണ്. പല ബിഗിനേഴ്സും വരുന്നത് ആ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് നോക്കിയിട്ട് പല ആൾക്കാരും ഫേം ചൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് മാത്രം നോക്കരുത്. നിങ്ങൾ മറ്റ് കാര്യങ്ങളും കൂടി, അതായത് റെഗുലേഷൻസ്, അതേപോലെ തന്നെ അതിലെ സ്പ്രെഡ്, ഡെപ്പോസിറ്റ് വിഡ്രോസിന്റെ സ്പീഡ്, അതേപോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ട്, ഈ കാര്യങ്ങളിൽ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. മിനിമം ഡെപ്പോസിറ്റ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരു ഫേം ചൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ. എക്സ്എൻഎസിൽ കറന്റ് നമുക്ക് ഡെപ്പോസിറ്റ് വിഡ്രോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല ബാങ്ക് വഴി. അതേപോലെ തന്നെ അത് കാണാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്നെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ കാണുന്ന സമയത്ത് 8000 INR ആണ് ഇപ്പൊ കറന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിനു മുമ്പേ നമുക്ക് 3000 എന്നുള്ള രീതിയിലെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് ഫ്ലോട്ടിംഗ് ആണ്. ഫ്ലോട്ടിംഗ് കൊണ്ട് ഉദ്ദേശിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്, കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള കറന്റ് ബേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 8000 ഇന്ത്യൻ റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അൽപാരിയാണ് ഏറ്റവും കുറവായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മിനിമം ഡെപ്പോസിറ്റ് ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ഒരു ബിഗിനർ എല്ലാം നോക്കുന്നുണ്ടാകും. മിനിമം ഡെപ്പോസിറ്റ് നമുക്കൊന്ന് പഠിച്ചെടുക്കാന്നുള്ള ബേസ് ചെയ്ത് നോക്കുന്നുണ്ടാകാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാവും. ഡെപ്പോസിറ്റ് വിഡ്രോസിന്റെ സ്പീഡ്, കസ്റ്റമർ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ആൾക്കാർ ചൂസ് ചെയ്യുന്നുണ്ടാവും. 3500 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് അൽപാരിൽ ഫണ്ട് ഡെപ്പോസിറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പൊ കറന്റ്ലി കുറച്ച് ഒരു വിഡ്രോസിന്റെ ഷോക്ക് ആയിട്ടുണ്ട്. ഇപ്പം പക്ഷേ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് അൽപാരിയില്. വാൻറ്റേജിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 1000 INR ഉണ്ട് എങ്കിൽ അതും വ്യത്യാസം വരെ കുറവ് കൂടുതലല്ല ചാൻസസ് ഉണ്ട്. ഓക്കെ. ആ ഒരു INR ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് ഏറ്റവും കുറവായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക അൽപാരിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. വെറും ഒരു ഡെപ്പോസിറ്റിന്റെ മാത്രം നിങ്ങൾ ബെനിഫിറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പാടില്ല. ബാക്കി കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അടുത്തായിട്ട് നോക്കുന്നുണ്ട് ബാങ്ക് വിഡ്രോവൽ ആണ്. കറന്റ്ലി നമുക്കറിയാം എക്സ്എൻഎസിൽ അലോ അല്ല, യുപിഐ ഡെപ്പോസിറ്റ് വിഡ്രോസിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എക്സാമ്പിൾ നമുക്ക് യുപിഐ ഡെപ്പോസിറ്റ് ബാങ്ക് വഴി വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. അൽപാര് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വാൻറ്റേജിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇപ്പൊ യുപിഐ വഴിയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് വഴി തന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടി നോക്കുക. ക്രിപ്റ്റോ വഴിയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ വഴി തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാതെ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ. ഇനി വിഡ്രോവൽ സ്പീഡ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സംഭവമാണിത്. ഓക്കെ. വിഡ്രോവൽ എത്ര പെട്ടെന്ന് കിട്ടും, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കയ്യിലാക്കുക, ഐ മീൻ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഫണ്ട് പെട്ടെന്ന് എടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇതിന്റെ സ്പീഡ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എന്റെ പേഴ്സണൽ ബേസ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. ഇത് ഡിപ്പെൻഡ് ആണ്, പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ആണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. അതേപോലെ തന്നെ വിഡ്രോൾസ് ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിറ്റ് എല്ലാ ആൾക്കാർക്കും വളരെ ക്വിക്കായിട്ട് ആകുന്നുണ്ടാവും. ചെറിയ ചെറിയ കുഴപ്പങ്ങളെ ഉണ്ടാകാറുണ്ടാവുള്ളൂ. പക്ഷേ വിഡ്രോൾ ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ ഇപ്പം പറയലാണ് ഒരു 100 ആൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 80 അല്ലെങ്കിൽ ഒരു 85 ആൾക്കാർക്കും പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു 15 ആൾക്കാർ എടുക്കലാണെന്നുണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാനുള്ള ചാൻസുകൾ ഉണ്ട്. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ P2P വഴിയാണ്. അതായത് തന്നെ അവരുടെ പേയ്മെന്റ് ഗേറ്റ്വേ സിസ്റ്റം കുറച്ച് ഡിഫറെന്റ് ആണ് ബ്രോക്കേഴ്സിന്റെ എല്ലാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ എറേഴ്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിലേ വരാനും അതേപോലെ തന്നെ അക്കൗണ്ട് ചിലപ്പോൾ ബ്ലോക്ക് ആകാനുള്ള ചാൻസസുകൾ ഉണ്ട്. ഇപ്പൊ കസ്റ്റമർ സപ്പോർട്ടിലേക്കെല്ലാം സംസാരിക്കലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏത് ബ്രോക്കർ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആകുന്നുണ്ടാവും. ചില കസ്റ്റമർ സപ്പോർട്ടുകൾ വളരെ പുവർ ആയിട്ടുള്ള റെസ്പോൺസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. അവിടെ നിങ്ങൾക്ക് ആ ഒരു ബ്രോക്കേഴ്സിലേക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ റിപ്ലൈയും കാര്യങ്ങളും തരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ. വിഡ്രോവൽ സ്പീഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് എക്സ്എൻഎസ് തന്നെയാണ്. വളരെ പെട്ടെന്ന് ഫണ്ട് ഡെപ്പോസിറ്റ് വിഡ്രോസ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഉള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ക്രിപ്റ്റോ വഴിയാണ്. നമുക്ക് ക്രിപ്റ്റോ വഴി എല്ലാത്തിന്റെയും ഡെപ്പോസിറ്റ് വിഡ്രോസിൽ അത്യാവശ്യം നീറ്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. എക്സാമ്പിൾ നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് ആണ്. ഇപ്പം വിഡ്രോസ് വരുന്ന സമയത്ത് ടൈം എടുക്കാറുണ്ട്. ടൈം പറയലാണെന്നുണ്ടെങ്കിൽ ആ ഒരു
ചില സമയങ്ങളിൽ 10 ഹവേഴ്സ്, 11 ഹവേഴ്സ് അല്ലെങ്കിൽ 1 ഡേയിൽ എടുക്കാറുണ്ട്. ചില സമയങ്ങളില്. ബട്ട് എന്നാലും ചില സമയത്ത് വളരെ പെട്ടെന്നായിട്ട് 3 ഹവേഴ്സിന്റെ അകത്തെല്ലാം വിഡ്രോസ് കിട്ടിയിട്ടുമുണ്ട്. അൽപാരി നോക്കലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കറന്റ് ബേസിൽ കുറച്ച് നാളായിട്ട് ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് അവരുടെ വിഡ്രോവൽ സ്പീഡും കാര്യങ്ങളും. എന്നാലും ഓക്കെയാണ്. ആഹ് കുറച്ച് നാള് മുമ്പ് നമുക്ക് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും ബാങ്ക് വഴി ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് ക്രിപ്റ്റോ വഴിയാണ് വിഡ്രോസും കാര്യങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആവറേജ് എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത്. ബാൻഡേജ് നോക്കലാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ടൈം നേരത്തെ എക്സാം പറഞ്ഞ പോലെ തന്നെയാണ് ബാൻഡേജ് നമുക്ക് വിഡ്രോസും കാര്യങ്ങളിലും കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ബോണസിന്റെ കാര്യം പറയാം. ഇത് നിങ്ങൾക്ക് എടുക്കോ എടുക്കാതിരിക്കോ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു ബോണസ് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം. ഇപ്പൊ കറന്റ് ബേസിലാണ് ഞാൻ ഈ ബോണസും കാര്യങ്ങളും പറയുന്നത്. എക്സ്എൻഎസിൽ കറന്റ് ബോണസോ ഓഫേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല. എക്സാമിൽ 100% ബോണസ് ഉണ്ട്. പക്ഷെ ആ ഒരു അക്കൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നിങ്ങൾ ആ ഒരു ബോണസിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു $100 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ $200 നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. പക്ഷേ അവിടെ സ്പ്രെഡും കാര്യങ്ങളും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ഡിസഡ്വാൻറ്റേജ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് തന്നെയായിരിക്കും അവരുടെ ബെനിഫിറ്റും ഉണ്ടാവുക. ഓക്കെ, ബ്രോക്കറിന്റെ. ബ്രോക്കർ ഒരു ബെനിഫിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എന്തും പ്രൊവൈഡ് ചെയ്യത്തില്ലല്ലോ. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു ബെനിഫിറ്റ് എടുക്കാതെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്കാം ആകാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ. അൽപാരിൽ നമുക്ക് ബോണസും കാര്യങ്ങളിലും കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ബോണസും കാര്യങ്ങളും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പൊ കറന്റ് ബേസിട്ടാണ് എടുത്തില്ല. ഇപ്പൊ കാണാൻ വേണ്ടി പറ്റും. ചില സമയത്ത് ഇത് എടുത്ത് മാറ്റിയേക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അൽപാരിൽ നമുക്ക് ഈ അപ് ടു 500 എന്നുള്ള രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രെഡിറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും. ആ ഒരു ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബേസ് ആയിട്ട്. ബാൻഡേജിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ബോണസും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഡെപ്പോസിറ്റ് ബോണസും കാര്യങ്ങളും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നുണ്ടാകുക കസ്റ്റമർ സപ്പോർട്ടിന്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നുണ്ടാകുക. ഇന്ത്യയിൽ നമ്മൾ എപ്പോഴും അറിയാം ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കസ്റ്റമർ സപ്പോർട്ടിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഓക്കെ, നമുക്ക് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങൾ വരുത്താണെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് റിപ്ലേസും കാര്യങ്ങളും വേണം നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. അത് ബേസ് ചെയ്തിട്ടാണ് എടുത്തുള്ളത്. ഒന്നും എക്സലന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല ബ്രോക്കേഴ്സിലൊന്നും. ഓക്കെ, എക്സലൻസ് നോക്കലാണെങ്കിൽ ഒരു ഗുഡ് എന്നുള്ള രീതിയിൽ എടുക്കാം. എക്സാമും ഗുഡ് ആണ്. അല്പം ചെറിയൊരു നെഗറ്റീവ് അവിടെ കൊടുക്കാനുള്ള റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് അവരുടെ വിഡ്രോസിന്റെ ഇഷ്യൂസ് വന്ന സമയത്തുള്ള ഒരു ഡിലേ ആണ്. എങ്കിൽ പോലും അവർ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ വാട്സ്ആപ്പ് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വാൻറ്റേജും സിമിലർ ആയിട്ട് തന്നെയാണ് ഗുഡ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മൊത്തത്തിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടും കാര്യങ്ങളും ഓക്കെ ഫീൽ ആണ്. ഈ ഒരു 4 ബ്രോക്കേഴ്സിന് നോക്കുന്ന സമയത്ത് ഓക്കെ ഫീൽ ആണുള്ളത്. ഒന്നും വെൽ ആൻഡ് ഗുഡ് എന്നുള്ള രീതിയിലോ ഭയങ്കര ആവറേജ് എന്നുള്ള രീതിയിലോ ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഓക്കെ എന്നുള്ള ഫീലാണ് കസ്റ്റമർ സപ്പോർട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ടാകും. ചിലയിൽ നമുക്ക് ചില സമയങ്ങളിൽ ഡിലേ കാണുന്നുണ്ടാകും, ചില സമയത്ത് ഡിലേ കാണാതിരിക്കുന്നുണ്ടാവും. ചിലർക്ക് വളരെ പെട്ടെന്ന് ക്ലിയർ ആവുന്നുണ്ട്, ചിലർക്ക് പെട്ടെന്ന് ക്ലിയർ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഗുഡ് ആൻഡ് ആവറേജ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ആവറേജിന്റെ ആണ് മൊത്തത്തില്. ജസ്റ്റ് ചെറിയൊരു പെർസെന്റേജ് വൈസ് ഞാൻ ഒരു ഗുഡ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു 3 ബ്രോക്കേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഇത് ആവറേജ് കൊടുക്കാനുള്ള റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് വിഡ്രോവൽ ഇഷ്യൂസ് കൊണ്ടാണ്. ആ ഒരു സമയത്ത് ഉണ്ടായ കുറെ ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റെസ്പോൺസ് പ്രോപ്പർ ആയിട്ട് തരുന്നില്ല എന്നുള്ള ബേസ് ചെയ്തിട്ട്. ബട്ട് അത് അവർ ക്ലിയർ ആക്കി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോ അക്കൗണ്ട് ടൈപ്പിന്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. എങ്കിൽ പോലും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്തിട്ട് ഒരു ഐഡിയാസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഏത് ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യാം, റെഗുലേഷൻസ്, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ സ്പ്രെഡിന്റെ കാര്യം നിങ്ങൾ ഒന്നും കൂടി പോയിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവും വെബ്സൈറ്റിൽ. ഞാൻ ഇതൊരു ആവറേജ് എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ബെറ്റർ ആയിട്ട് എനിക്ക് എക്സ്എൻഎസിനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എക്സാമിന്റെ ഈ ഒരു അൾട്രാ ലോ നൈസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അൽപാരിയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ട്സ് ബെറ്റർ ആണ്. വാൻറ്റേജിൽ ബെറ്റർ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈസിയൻ അക്കൗണ്ട്സും നൈസ് തന്നെയാണ്. ഇവിടെ നമുക്ക് റോ അക്കൗണ്ട്സ് ഉണ്ട്, അൾട്രാ ലോ അക്കൗണ്ട് ഉണ്ട്, ഈസിയൻ അക്കൗണ്ട്സ് എല്ലാം ബെറ്റർ ആണ്. കമ്മീഷൻ നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നിങ്ങൾ സൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഡൗൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളും നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. റെഗുലേഷൻസ് നോക്കുന്ന സമയത്ത് ഇവിടെ അൽപാരിക്ക് മാത്രമാണ് കുറച്ച് കുറവുള്ളത്. പക്ഷേ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് ഒരുപാട് നാളായിട്ട് മാർക്കറ്റിലുള്ള ഫേമും കൂടിയാണ്. ഓക്കെ, അപ്പോ ഇത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡിയയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തെടുക്കാം. ബേസിക് ആയിട്ട് ഒരു ഐഡിയയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഫേമിന്റെ എല്ലാ വീഡിയോസും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിവ്യൂസും ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസും അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം അതിന്റെ എല്ലാ വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡൗൺ സൈഡിൽ കൊടുക്കുന്നത്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് പോയിട്ട് ചെക്ക്ഔട്ടും കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ
നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ഇടാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.